നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അരുൺ, മോൾ ഉറങ്ങാ. ഇപ്പൊ പേടിയൊക്കെ മാറി. അവൾ സുഖമായിട്ട് ഉറങ്ങാ. അമ്മ ശ്രീകുട്ടിയെ കാണുമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. ഒരു രക്ഷയില്ലാതെ ഞാൻ മോൾ ഓഫീസിലാണെന്ന് പറഞ്ഞു പോയി. അയ്യോ, അമ്മ ഇപ്പൊ ഓഫീസിലേക്ക് പുറപ്പെടും. മോൾ അവിടെ ഇല്ലാതിരുന്ന വലിയ പ്രശ്നമാവും. അയ്യോ, അരുൺ ഇപ്പൊ എന്താ ചെയ്യാ? നീ ഒരു കാര്യം ചെയ്യും, വേഗം മോളെ റെഡിയാക്കി നിർത്ത്. ഞാൻ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് വരാം. എന്നിട്ട് മോളെയും കൂട്ടി ഓഫീസിലാക്കാം. ആ ശരി, ഞാൻ ഏറ്റു. ശരി. മതി മതി, ഒന്ന് മാറി നിന്നേ. ഞാൻ ഈ സാരി ഒന്ന് ശരിയാക്കട്ടെ. പിന്നെ മതി. അത് പറ്റില്ല, ബിസിനസ് ആവശ്യത്തിന് പോകാനുള്ളതല്ലേ. അത് പോകാം, എന്നാലും കുറച്ച് സമയം ഇങ്ങനെ നിൽക്കട്ടെ. ഈ സാറിന്റെ ഒരു കാര്യം. ആ, എന്നാ ഞാൻ ശ്യാമയുടെ സാരി നേരെയാക്കി തരാം. ഓ, എനിക്കതറിയാം. അതറിയാം, പക്ഷേ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. അത് വേണ്ട. വേണം വേണ്ട വേണം വേണമെന്നും. തിരിഞ്ഞേക്ക്. എന്തായാലും ജ്യോതിഷിയെ കണ്ടപ്പോ അന്നത്തെ ശ്യാമയുടെ എല്ലാ ടെൻഷനും മാറിയല്ലോ അല്ലേ? എന്നാലും ജോത്സ്യരെ കൊണ്ട് ഇങ്ങനെ നുണ പറയിച്ച ആരാന്നാ എനിക്ക് മനസ്സിലാവാത്ത. അതിനെനിക്ക് ശത്രുക്കൾ കുറവൊന്നും അല്ലല്ലോ. ഇത് തന്റെ മാത്രം ശത്രുവല്ല, എന്റെയും കൂടി ശത്രുവാ. രണ്ടായാലും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു. അപ്പോ ശ്യാമ മ്യൂസിക് ഷോയിലും വിന്നറായി. ആ ആഗ്രഹം സാധിച്ചു. ഇനി ബാക്കി കിടക്കുന്നത് മറ്റൊരാഗ്രഹമാ. എന്താ അത്? ഇനിയുള്ള ശ്യാമയുടെ ആഗ്രഹം എന്താ? അത് പറയും. ഒരു കമ്പനി അഖിൽ സാറിന്റെ പേരിൽ തുടങ്ങണം. പിന്നെ പാടാൻ അവസരങ്ങൾ വരുമ്പോൾ പാടണം. അല്ലാതെ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ലേ? അല്ലാതെ പിന്നെ എന്നാലേ എനിക്കൊരു ആഗ്രഹമുണ്ട്. പറയാ കേക്കട്ടെ. നമുക്ക് രണ്ടാൾക്കും ഓമനിക്കാൻ ഒരാൾ വേണം, ഒരു കുഞ്ഞ്. എന്താ പറഞ്ഞ ശരിയല്ലേ? ആ ആഗ്രഹം എനിക്കുണ്ട്. ആ, അപ്പോ നാണം കൊണ്ട് പറയാത്താണല്ലേ? അങ്ങനെ ആയാ അഖിൽ സാറിന്റെ ആയുസിന് ദോഷം വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചുപോയി. ഇപ്പൊ ആ പേടിയൊക്കെ മാറിയില്ലേ? മാറി. അപ്പോ ഇനി പ്രശ്നമില്ല. ഒന്ന് പോയി. നമുക്കേ ബിസിനസ് കാര്യത്തിന് പോവാനായിട്ടുള്ളതാ. നമുക്കേ കുറച്ച്
കുറച്ച് കഴിഞ്ഞു പോകും. ഈ സാറിന്റെ ഒരു കാര്യം. ശ്രീകുട്ടി മോളെ മോളെ അതെ മോള് ഞങ്ങളെല്ലാം പേടിപ്പിച്ചു കളഞ്ഞു. എന്നെ കാണാതായപ്പോ മുത്തശ്ശി വിഷമിച്ചോ? പിന്നെ വിഷമിക്കാതെ മുത്തശ്ശി കരഞ്ഞോ? കരഞ്ഞു. അപ്പൊ മുത്തശ്ശിക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടല്ലേ? മോളെ മുത്തശ്ശിക്ക് വലിയ ഇഷ്ടാ. മോളെ പിടിച്ചോണ്ട് പോയവര് മോളെ ഒരുപാട് ഉപദ്രവിച്ചോ? ആ, എന്നെ ഭിക്ഷ എടുക്കാൻ കൊണ്ടു നടന്നു. പിന്നെ എന്റെ കാലടിച്ചോടിക്കാനും കണ്ണിന് സിഗരറ്റ് വെച്ച് കുത്തിപ്പൊട്ടിക്കാനും നോക്കി. എന്റെ ഈശ്വരാ, എന്തൊക്കെയാ ഞാനീ കേക്കുന്നേ? അവര് ഭക്ഷണം തരില്ല, തല്ലേം കൊല്ലേം ഒക്കെ ചെയ്യും. ഇതൊന്നും ഞാൻ അരുണങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കേട്ടാ അരുണങ്ങളിനും അമ്മയ്ക്കും വലിയ വിഷമാവും. അമ്മയ്ക്കോ? അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്കും വിഷമായനെ. അത് ശരിയാ. ഓ, അശ്വതിയുമായിട്ട് അരുണും കുഞ്ഞിനും കോണ്ടാക്ട് ഉണ്ട്. ഇനിയോ അവരെന്നെ വന്ന് പിടിക്കോ മുത്തശ്ശി? ഇല്ല, മോളെ പിടിച്ചോണ്ട് പോകാൻ ആരും വരില്ല. അവരെല്ലാം പോലീസ് കസ്റ്റഡിയിലല്ലേ. പോലീസ് ആ മുരുകനെയും വെള്ളച്ചാമിയും എല്ലാം ചോദ്യം ചെയ്യാന്നാ മോളെ രക്ഷിച്ച എസ്ഐങ്ങള് പറയുന്നേ. ഇനി ഇതിന്റെ പിന്നില് ആളുണ്ടത്രേ. പോലീസല്ലേ, അവരെ എന്ത് ചെയ്തിട്ടായാലും സത്യം പറയിപ്പിക്കും. മോളെ പിടിച്ചു കൊടുക്കാൻ കൂട്ടുനിന്നവരാരായാലും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് ഉറപ്പല്ലേ? അല്ലെങ്കിൽ തന്നെ മുത്തശ്ശിനി മോളെ ആർക്കും വിട്ടുകൊടുക്കില്ലല്ലോ. ഗുഡ് മോർണിംഗ് സാർ. അവിടെ ഇരിക്കും മുത്തശ്ശി, ഇനിയും കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. പിന്നെ ആവട്ടെ, എനിക്ക് വേറൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.